ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഗ്രേപ്പ് വൈൻ, മുന്തിരിയുടെ വൈനാണ് ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്. ഇതിനകത്ത് യാതൊരു പ്രിസർവേറ്റീവ്സ് ഇല്ല. പിന്നെ ഇത് ഉണ്ടാക്കിയാൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ 10 days മോറോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രേപ്പ് ജ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നല്ലതായിട്ട് ഒന്നിലെ ബേക്കിംഗ് സോഡയ്ക്കകത്ത് അല്പം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കുറച്ച് നേരം വെക്കുക. അതല്ലെങ്കിൽ സോൾട്ടിനകത്ത് അല്ലെങ്കിൽ ടർമറിക് പൗഡറിനകത്ത് ഇതിനകത്തെങ്കിലും കുറച്ച് നേരം സോക്ക് ചെയ്ത ശേഷമാണല്ലോ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതേപോലെ ചെയ്തതാണ്. ഇത് 1/2 kg ആണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അതിലേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ സിനമൺ പട്ട, 2 ഗ്രാമ്പൂ, 2 കാർഡമം ഇതിടുക. അതോടൊപ്പം 1/2 kg ഗ്രേപ്സിന് ഞാൻ ഒരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തേക്കുന്നത്. മധുരം ഗ്രേപ്സിൻ്റെ ടേസ്റ്റ്, അതായത് ഭയങ്കര സോറാണെങ്കിൽ അതിൽ കൂടുതൽ ഷുഗർ ഉപയോഗിക്കാം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാം. അതോടൊപ്പം ഇത് നെകയ്ക്ക്, അതായത് ഈ ഗ്രേപ്സ് നന്നായിട്ട് കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. ഒന്ന് സ്റ്റിർ ചെയ്യുക. എന്നിട്ട് ഒരു 4 to 5 minutes, അതായത് ഇതൊന്ന് ബോയിൽ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള ഗ്രേപ്സ് അല്ലേ, അതൊന്ന് ഓപ്പൺ ആയി വരുന്ന രീതിയിൽ ഒന്ന് ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. ഇത് ഇപ്പോൾ 4-5 മിനിറ്റ് എടുത്തത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പൊട്ടി എന്ന രീതിയിൽ തക്കമാണ്. അത് ബോയിൽ ചെയ്യുമ്പോൾ അതങ്ങ് ഗ്രേപ്സ് അങ്ങ് ഓപ്പൺ ആയിക്കോളും. എന്നിട്ട് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇത് നല്ലതായിട്ട് കൂളാകുന്നത് വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഞാനൊരു മുടി വെച്ച് അടച്ചു വെക്കണം. ഇത് തണുക്കട്ടെ. ഇത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നമ്മൾ ആ ഗ്രേപ്സ് ഇത് തണുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് സീവർ യൂസ് ചെയ്ത് പിന്നെ അരിച്ചെടുക്കുക. ഞാൻ മിക്സിയിലിട്ട് ഇത് ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സീഡുള്ള ഗ്രേപ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സീവ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് വന്നിട്ട് പതുക്കെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ബാക്കിയൂടെ ഇങ്ങനെ സീവ് ചെയ്തെടുക്കുക. എന്നിട്ട് തിരുന്നിടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മാക്സിമം നമുക്ക് എത്രയും സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് സ്ക്യൂസ് ചെയ്തു. ഇനി അതിനകത്ത് ഇല്ല. ഇനി ഓക്കെ, അത് നമ്മൾ സ്ക്യൂസ് ചെയ്ത് എനിക്ക് ഇത്രയും കിട്ടി 1/2 kg നിന്ന്. ഇനി ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഒരു 1 tablespoon ഹണിയുടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നു. ഹണി ചേർക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കളർ
നല്ല ഗ്ലാസ്സിൽ ഒഴിക്കുമ്പം നല്ല ഒരു ഫീൽ ചെയ്യാം. എന്നിട്ട് ഇത് തണുത്ത ശേഷം ഉപയോഗിക്കുക, തണുക്കാതെ വേണേലും ഉപയോഗിക്കാം. ഇതിന് എന്താണ്, നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. ഇതിനൊരു പ്രിസർവേറ്റീവോ യാതൊന്നുമില്ല, വളരെ പ്യുവറായിട്ടുള്ള ജ്യൂസാണ്. അപ്പം നിങ്ങളിതെല്ലാം ഉണ്ടാക്കി ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.